മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. മകരസംക്രമ പൂജ അവസാനിച്ചു. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന വൈകിട്ട് നടക്കും. മകരജ്യോതി കാണാൻ 4 ലക്ഷത്തോളം പേരെത്തുമെന്ന് പ്രതീക്ഷ. പുല്ലുമേട്ടിലും ഒരുക്കങ്ങൾ പൂർത്തിയായി. അതേസമയം തിരുവാഭരണ ഘോഷയാത്ര അട്ടത്തോട് നിന്ന് കാനനപാതയിലേക്ക് പ്രവേശിച്ചു. കൊല്ലമൂഴി, ഏട്ടപ്പെട്ടി, ഒളിയമ്പുഴ, വലിയനാവട്ടം, ചെറിയനാവട്ടം, നീലിമല, ശബരിപീഠം വഴി ശരംകുത്തിയിലെത്തും. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് അഖിൽ പാലോട്ടുപടം ചേരുകയാണ്. അഖിൽ, ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. അവിടെ ജനലക്ഷങ്ങളാണ് കാത്തുനിൽക്കുന്നത്. എങ്ങനെയാണ് മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ? ഒപ്പം ഇനി സന്നിധാനത്ത് ശബരിമലയിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകൾ എന്തെല്ലാം? നിലിവ, ഭക്തിസാന്ദ്രവും ഭക്തി നിർഭരവുമാണ് ശബരിമല സന്നിധാനം. ഇനി മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ എനിക്ക് മുമ്പിലുള്ള ആ പുന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരാണ്ടുകാലം കാത്തിരുന്ന ആ മകരജ്യോതി കാണുക എന്ന ആ ദിവ്യ നിമിഷത്തിലേക്ക് അടുക്കുവാൻ, അല്ലെങ്കിൽ അത് കണ്ടു തൊഴുവാനുള്ള ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് സൂര്യന്റെ പ്രയാണം നടന്ന രാവിലെ 8:45 ശബരിമല സന്നിധാനത്ത് അയ്യപ്പ സ്വാമിക്ക് വിശേഷാൽ അഭിഷേകങ്ങളോടുകൂടി തന്നെ മകരസംക്രമ പൂജ ഉണ്ടായിരുന്നത്. അതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം പ്രസിഡന്റും അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി തമിഴ്നാട് ദേവസ്വം മന്ത്രി ശേഖർ ബാബു അടക്കമുള്ള ആൾക്കാർ അതിൽ പങ്കെടുത്തിരുന്നു. നിരവധിയായ അയ്യപ്പ ഭക്തർ ഇപ്പോൾ തന്നെ ശബരിമല ദർശനത്തിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അണപൊട്ടി ഒഴുകുന്ന നദി പോലെ, ആർത്തിരമ്പി അടുക്കുന്ന സാഗരം പോലെ ഭക്തജന സാഗരമായി ശബരിമല സന്നിധാനം മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇന്നലെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിയ അയ്യപ്പ ഭക്തരുടെ കണക്ക് ഏകദേശം 1,17,000 അയ്യപ്പ ഭക്തരാണ് ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. അതിൽ ഏകദേശം 1,16,000 അയ്യപ്പ ഭക്തരും ഇവിടെ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും എല്ലാം തന്നെ തങ്ങി നിൽക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മകരജ്യോതി കാണുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലിൽ രാവിലെയാണെങ്കിൽ കൊടും തണുപ്പാണ്. ഇങ്ങനെ മാറി മാറി വരുന്ന കാലാവസ്ഥകളെയും അതിജീവിച്ച് പ്രായഭേദമന്യേ കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അയ്യപ്പ സ്വാമിയോട് പറയണമെന്ന ആഗ്രഹത്തോടുകൂടി ആ ഒരൊറ്റ ആത്മനിർവൃത്തിയോടുകൂടി അയ്യപ്പ ഭക്തന്മാർ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ശബരിമല സന്നിധാനമാണെങ്കിൽ വലിയ വർണ്ണാഭങ്ങളോടുകൂടിയാണ് മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഭഗവാൻ ഓരോ അയ്യപ്പ ഭക്തനെയും സ്വീകരിക്കുന്നത് ഭഗവാന്റെ ആ തത്വമസി പൊരുളായ ആ അയ്യപ്പ സ്വാമിയുടെ ആ തത്വമസി എന്ന വാക്കാണ് ഓരോ അയ്യപ്പ സ്വാമിയെയും സ്വീകരിക്കുന്നത്. അവിടേക്ക് നമ്മൾ കാണുന്നത് പോലെ, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുരുത്തോല കൊണ്ട് വർണ്ണാഭങ്ങളായ രൂപങ്ങൾ സൃഷ്ടിച്ചാണ് ഇത്തവണ ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ഭക്തരെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി മകരസംക്രാന്തി പൂജ കഴിഞ്ഞു. ഇനിയുള്ളത് ഉച്ചപൂജയുണ്ട്. ആ ഉച്ചപൂജയ്ക്ക് ശേഷം 1 മണിയോടുകൂടി ശബരിമല സന്നിധാനത്ത് നടയടയ്ക്കും. ആ നടയടച്ചതിനു ശേഷം വൈകുന്നേരം 3 മണിയോടുകൂടിയായിരിക്കും ശബരിമല സന്നിധാനത്ത് വീണ്ടും അയ്യപ്പ ദർശനത്തിന് വേണ്ടി നട തുറക്കുക. ഏകദേശം 3 മണി 4 മണിയോടുകൂടി തന്നെ ശരംകുത്തിയിൽ, അതായത് കാനനപാതയിൽ പ്രവേശിച്ച തിരുവാഭരണ ഘോഷയാത്ര 2 ദിവസം മുമ്പ് പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര, ഭഗവാന് ചാർത്താനുള്ള തിരുവാഭരണം, മാളികപ്പുറത്ത് അമ്മയ്ക്കുള്ള തിരുവാഭരണം എല്ലാം കൂടി ചേർത്തുള്ള 3 പേടകങ്ങളാണ് വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടത്. അത് കിലോമീറ്ററുകൾ താണ്ടി ഓരോ അയ്യപ്പ ഭക്തന്റെയും ഹൃദയത്തിലെ ശരണമന്ത്രങ്ങളോടുകൂടി തന്നെ അത് സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ചയുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് കരിമലയും നീലിമലയും പൊന്നമ്പലവും എല്ലാം താണ്ടി അത് ശരംകുത്തിയിലേക്ക് എത്തും. ശരംകുത്തിയിലാണ് ഔപചാരികമായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ജീവനക്കാർ അതിന് സ്വീകരണം നൽകുന്നുണ്ടാകും. ആ സ്വീകരണം നൽകിയതിനു ശേഷം അവിടെ നിന്ന് 18ാം പടിയിലേക്ക് ആ പേടകമെത്തും. 18ാം പടിയുടെ മുകളിൽ കൊടിമര ചുവട്ടിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ആ തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കുന്നുണ്ടാകും.